നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരാജയം മാത്രം പിന്തുടരുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ ഈ ചെറു സന്ദേശം ഒന്ന് ശ്രദ്ധിക്കണേ. ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അത് എപ്രകാരം പൂർത്തീകരിക്കും എന്നതിനെ കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ എങ്ങനെ പൂർത്തീകരിക്കണമെന്ന ഒരു ബോധ്യവുമില്ലാതെ നാം ഒരു കാര്യം ചെയ്തു തീർക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിജയം കാണുവാൻ സാധിച്ചു കൊള്ളണം എന്ന് വരികയില്ല. നമ്മെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മെ അറിയുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഈ ദൈവത്തിന് തീർച്ചയായും ഈ ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുവാൻ കഴിയും. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കുവാനുള്ളതല്ല പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആ ദൈവിക പദ്ധതിയിലേക്ക് നാം കടക്കുമ്പോഴാണ് ദൈവികമായ പ്രൊവിഷനുകൾ നാം കാണുവാൻ തുടങ്ങുന്നത്. ദൈവം തന്ന ആയുസ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ദൈവം നമുക്ക് നൽകിയ ആയുസ് പാഴാക്കി കളയുന്നതിനുപരി ഇന്ന് നഷ്ടപ്പെടുന്ന മണിക്കൂറുകൾ, ദിവസങ്ങൾ നാളെ ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവോടെ ദൈവത്തോട് ചേർന്ന് ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങും. ദൈവികമായ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ച ഓരോ വ്യക്തികളെയും നാം എടുത്തു പഠിക്കുമ്പോൾ അവരെല്ലാവരും ദൈവത്തിന് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവിക ദർശനമില്ലാതെ, ദൈവിക വെളിപ്പാടില്ലാതെ നാം മുന്നേറുമ്പോൾ ശത്രുവിന് നമ്മെ തകർക്കുവാൻ വളരെ എളുപ്പമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ചരിത്രത്തിലും സഭാചരിത്രത്തിലും ഉടനീളം പരിശോധിച്ചാൽ ദൈവം എപ്പോഴൊക്കെ തന്റെ ജനത്തെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെയും ഒരു മനുഷ്യന് അവൻ ദർശനം നൽകിയിട്ടുള്ളതായി കാണുവാൻ കഴിയും. നോഹയ്ക്ക് പെട്ടകത്തെക്കുറിച്ചുള്ള ദർശനം ലഭിച്ചു. മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് വിടുതലിന്റെ ദർശനം ലഭിച്ചു. അബ്രഹാമിന് വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള ദർശനം ലഭിച്ചു. ഇങ്ങനെ നോക്കിയാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും ദൈവിക സ്പർശനം, ദൈവിക ദർശനവും ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാർക്ക് ദൈവിക ദർശനം ലഭിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോഴാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി അപ്പോസ്തലന്മാരിൽ വെളിപ്പെടുവാൻ തുടങ്ങിയത്. പ്രിയ ദൈവത്തിലെ, ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നുണ്ടോ എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താ എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവശബ്ദത്തിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ കഴിവുകൾക്ക് ഉപരി, നമ്മുടെ സകല സാധ്യതകൾക്കും അപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ദൈവിക ശുശ്രൂഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും വലിയ ഒരു പാഠപുസ്തകമാണ് മോശയുടെ ജീവിതം. ജനനം മുതൽ താൻ കേട്ട് കണ്ട് വളർന്ന സാഹചര്യങ്ങളിൽ തന്റെ ജനത്തിന്റെ വിടുതൽ മോശ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. 40-ാം വയസ്സിൽ സ്വന്തം ജനത്തെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു മിസ്രയീമിനെ കൊന്ന് മണലിൽ കുഴിച്ചിടുന്ന ഭാഗമെല്ലാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മോശയ്ക്ക് സ്വന്തം ജനത്തെ രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിലും മോശയ്ക്ക് ദൈവിക വെളിപ്പാട് ആ സമയം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ബുദ്ധിപരമായി ചെയ്തതെല്ലാം പരാജയത്തിൽ ചെന്ന് കലാശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം മോശ ഭയന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്നുള്ള 40 വർഷം മോശ മരുഭൂമിയിൽ ആടുകളെ മേയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കൊട്ടാരത്തിലെ രാജകുമാരൻ ആട്ടിടയനായി മാറുന്ന കാഴ്ച. തന്റെ കഴിവിലും തന്റെ പഠിപ്പിലും തന്റെ അഭ്യാസത്തിലുമുള്ള സകല വിശ്വാസവും മോശയ്ക്ക് അവിടെ നഷ്ടമാകുകയാണ്. എന്നാൽ 80-ാം വയസ്സിൽ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് നിർണായകമായ ദൈവിക ദർശനം ലഭിക്കുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും അത് വെന്തുപോകുന്നില്ല. ആ മുൾപ്പടർപ്പിൽ നിന്ന് മോശ കേൾക്കുന്ന ശബ്ദത്തിന് പ്രതികരിക്കുന്ന മോശ തന്നെ കൊണ്ട് ഒന്നും കഴിയുകയില്ല എന്ന് ദൈവത്തിന് മുമ്പാകെ അവിടെ സമ്മതിക്കുകയാണ്. എന്നാൽ ദൈവം മോശയെ കൊണ്ട് കഴിയുകയില്ല എന്ന് മോശ പറയുന്നത് കേട്ട് വേറൊരാളെ തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മറിച്ച് മോശയെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവിക ശബ്ദവും ദൈവിക അടയാളങ്ങളും നമുക്ക് അവിടെയെല്ലാം കാണുവാൻ കഴിയും. ഇന്ന് നമ്മുടേതായ കഴിവുകളെല്ലാം മാറ്റിവെച്ച് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പാകെ പരിപൂർണമായി ആശ്രയിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മെ തള്ളിക്കളയാതെ ചാരെ വന്ന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, ഈ ദൈവത്തോട് ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പു തരാം. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്ത ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത, കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. എല്ലാ സാധ്യതകളും പ്രതികൂലമാണെങ്കിലും നിങ്ങൾക്ക്
കഴിയുകയില്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണെങ്കിലും ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു വരുവാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ ദൈവിക കരുതൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. മോശയുടെ ജീവിതത്തിൽ ഒരു വലിയ ജനത്തെ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വന്നു. അവിടെയെല്ലാം ദൈവശബ്ദത്തിനു വേണ്ടി മോശ കാതോർത്തത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പാഠമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം നമ്മുടെ ജീവിതയാത്രയിൽ നാം നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് നമ്മെ ഉള്ളവനാക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാളെ കുറിച്ചുള്ള ആകുല ചിന്തകൾ ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. ദൈവശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം. തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം കൊടുത്ത ദർശനം അവഗണിച്ച് മുന്നേറാൻ നോക്കിയവരുടെ പതനവും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശൗൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എളിമയുള്ളവനായിരുന്നു. എന്നാൽ അധികാരം ലഭിച്ചപ്പോ ശൗലിന് ദർശനം നഷ്ടപ്പെട്ടു. ദർശനം നഷ്ടപ്പെട്ട ശൗലിന് അധികകാലം രാജസ്ഥാനത്ത് തുടരുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവം ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവിക ദർശനത്തിൽ ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനായി പുറപ്പെടുമ്പോഴാണ് പൗലോസിന് സ്വർഗീയ ദർശനം ലഭിക്കുന്നത്. തനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് തന്റെ ജീവിതകാലത്ത് ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ നിൽക്കുമ്പോ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പൗലോസ് പറയുന്ന ഭാഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ ആ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേടുള്ളവനായില്ല എന്ന് എത്ര ബോൾഡ് ആയിട്ടാണ് അപ്പോസ്തലനോട് പറഞ്ഞു വെക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ ഈ ചെറിയ ജീവിതം അനേകർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കരുതുന്ന, രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന യേശുവിന്റെ സ്നേഹം അനേകരിലേക്ക് പകരത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളെ ശക്തമായി എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞാൻ യഥാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അവിടെയെല്ലാം ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. മുമ്പിലുള്ള പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാനുള്ള ദൈവിക ശക്തി നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ ദൈവിക ദർശനമാണ്. ദൈവിക ദർശനം പ്രാപിച്ച് ജീവിതയാത്രയിൽ വിജയം കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവിക ദർശനത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ജീവിതയാത്രയിൽ വിജയം കാണുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കുമാറാകണം. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ഇവരൊരു അനുഗ്രഹമായി മാറണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകണം. സകല മനോമഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.